ನೆರೆಕರ ಚೆಲ್ಲದು ಬಾರಿ വലിയൊരു ജവാബ്ദാരിയുത്ത ഒരു ജീവന മനുഷ്യന്റെ നിരക്കര. ആറ് നിരക്കരണ്ട് ചെന്നെങ്കിൽ നിരക്കരണ്ട് ചെന്നെങ്കിൽ ചുറ്റുഭാഗത്തിൽ ഇന്ന ആളും അവിൽ അമലി അല്ലെങ്കിൽ ഒട്ടിಗೆ സ്വറ എടുക്കുന്ന ആളും മാറും, അതല്ലെങ്കിൽ അവിൽ ദിറാസത്തി അല്ലെങ്കിൽ ഒട്ടിಗೆ പഠിക്കുന്ന ക്ലാസ്മേറ്റ് ആളും മാറും. മുസ്ലിമങ്കാന ഔ കാഫിറ, അത് മുസ്ലിമായെങ്കും ഹിന്ദുവായെങ്കും ക്രൈസ്തായെങ്കും ജൈനായെങ്കും ആറായെങ്കും ഒട്ടിಗೆ പഠിക്കണങ്ങവും ഒട്ടിಗೆ ജോബ് ആക്കിടങ്ങവും ഔത്ര നിരക്കരളി ഔത്ര ചുറ്റുഭാഗത്തിൽ ഇന്നെങ്കും പേര് നിരക്കര. അത് നിരക്കര മുസ്ലിം മാത്രം അങ്ങനത്തെ കണക്കില്ല, അത് ഹിന്ദുവായെങ്കും നിരക്കര. അക്രിം ജാറക വലൗ കാന കാഫിറാ, നിന്റെ അയൽവാസി നിന്റെ നിരക്കരണോ കാഫിറായ മനുഷ്യാണ്ട് കണ്ടെങ്കിൽ, ഹിന്ദുവായ മനുഷ്യാണ്ട് കണ്ടെങ്കും സമയത്ത്, ക്രൈസ്ത മനുഷ്യാണ്ട് കണ്ടെങ്കും സമയത്ത് അവനക്ക് നീ ഗൗരവ കൊടുക്കു ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നിരക്കരുടെ വിഷയത്തില് ജാതി ധർമ്മയില്ല, എല്ലാവരും ഒരുപോലെ. മനുഷ്യത്വ ഇന്ന മാനവീയത ഇന്ന എല്ലാവരും ഒരുപോലെ. നിരക്കരുടെ വിഷയത്തില് ജാതി ധർമ്മം നോക്കുകയില്ല, പങ്കട പാർട്ടിയും പക്ഷവും നോക്കുകയില്ല, അവന് ഏത് രാജകീയ പക്ഷത്തവണ ചെന്നു നോക്കുകയില്ല, എല്ലാവരും സരിസമാണ്. ഇന്നൊരർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പാട് നിരക്കര ചെന്നെങ്കിൽ നിന്റെ ഉത്തര ചുറ്റുഭാഗത്തിലുള്ള ഔത്രങ്ങ അതുക്കിന്ന വ്യാഖ്യാനത്തിൽ കാണ്ട് നിന്റെ ഔത്ര എതിർഭാഗത്തിൽ ഇന്ന പൗത്രങ്ങ, നിന്റെ ബലഭാഗത്തിൽ ഇന്ന പൗത്രങ്ങ, നിന്റെ ഇടഭാഗത്തിൽ ഇന്ന പൗത്രങ്ങ, നിന്റെ ബാക്ക് സൈഡ് നിന്റെ ഉത്തര ബാക്ക് സൈഡിൽ ഇന്ന പൗത്രങ്ങ, അങ്ങനെ റൗണ്ട് 40 പോലെ 160 ഔത്രങ്ങ നിന്റെ നിരക്കരടങ്ങ. നിന്റെ ഉത്തര ചുറ്റുഭാഗത്തുള്ള 160 ഔത്രങ്ങ നിന്റെ നിരക്കരടങ്ങ. എന്തോ ഒരു ചന്തത്തോർ പളക്കത് നോക്കിയുള്ള ആ നിരക്കരുടെ മേൽ എന്തിര കർത്തവ്യമുള്ളത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജറഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. നീ അള്ളാഹുടെ മേലും അള്ളാഹുവിന്റെ റസൂലുടെ മേലും നിനക്ക് വിശ്വാസം ഉണ്ടുകൊണ്ട് കണ്ടെങ്കിൽ നിസ്കരിക്കടവണാവണോ, നോമ്പിടിക്കടവണാവണോ, ഖുർആൻ ഓതരവണാവണോണ്ട് മാത്രല്ല ചെല്ലത്. നീ യഥാർത്ഥ മുഅ്മിനീണ്ട് കണ്ടെങ്കിൽ ഫൽയുക്രിം ജറഹു, അവന്റെ നിരക്കരടങ്ങൾ അവന് ബഹുമാനിക്കട്ടെ, ഗൗരവ കൊടുക്കട്ടെ. ചെന്നിട്ട് നാണൊന്നു കേക്കട്ട, നിങ്ങളല്ല ആറുള്ള തെച്ചങ്ങളെ കൂട്ടത്തിൽ നിരക്കര അർസയില്ലാത്തങ്ങ, ആറുള്ള ദച്ചങ്ങളെ കൂട്ടത്തിൽ നിരക്കരണങ്ങളൊട്ടിಗೆ പകയില്ലാത്തങ്ങ, ആറുള്ള ദച്ചങ്ങളെ കൂട്ടത്തിൽ നിരക്കരുടെ മേലെന്തെങ്കിലും പക സാധിച്ചു കാക്കാത്തങ്ങ, ആറുള്ള ഈ ദച്ചങ്ങളെ കൂട്ടത്തിൽ ഔത്ര വിഷയത്തിലും അതേപോലെ ജാഗയുടെ വിഷയത്തിലും ഗേറ്റ വിഷയത്തിലും ബേലിയുടെ വിഷയത്തിലും കണിയുടെ വിഷയത്തിലും തന്റെ വിഷയത്തിലും ഗലാട്ട ആക്കാത്തങ്ങ. ഇതെല്ലാം മുസ്ലിമേ മുസ്ലിം മുഅ്മിൻ ചെന്നെങ്കിൽ നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിട്ട് ഹജ്ജിക്ക് പോയിട്ട് ഉംറക്ക് പോയിട്ട് തവാഫ് ആക്കിയിട്ട് നോമ്പ് പിടിച്ചിട്ട് സകാത്ത് കൊടുത്തിട്ട് അങ്ങനെ തെച്ചിട്ട് ഖുർആൻ ഓതിയോണ്ട് സ്വതക കൊടുത്തെങ്കിൽ നല്ല വേഷധാരണ, നല്ല ഇസ്ലാമിയുടെ വേഷധാരണ ഇട്ടത് കൊണ്ടിട്ട് മുസ്ലിമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വന്ന് നിസ്കരിക്കറോ, നോമ്പിടിക്കറോ, ഖുർആൻ ഓതറോ, ഹജ്ജിക്ക് പോറുണ്ട് മാത്രം ചൊല്ലുക വന്നതല്ല. നീ എങ്ങനെ ജീവനം നടത്തണോ ചെന്നിട്ട് പഠിപ്പാട്ടക്ക് വന്ന ആള് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവനം നടത്തണോ ചെന്നിട്ടു, നിന്റെ മക്കളെ എങ്ങനെ നോക്കണോ, ഉമ്മ ബാപ്പടെ എങ്ങനെ ബഹുമാനിക്കണോ, ഉസ്താദുമാർ എന്ത് ഗൗരവ കൊടുക്കണോ ചെന്നിട്ട് പഠിപ്പാട്ടിയ അതേ നാവ് കൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് നിന്റെ നിരക്കരടങ്ങ മുസ്ലിമോണ്ട് കണ്ടെങ്കും മുസ്ലിമേ എത്ര ആള് മാറുണ്ട് കണ്ടെങ്കും അങ്ക് നീണ് ഗൗരവ കൊടുക്കണോ ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി ഖൈറുഹും ലിസാഹിബിഹി. ചങ്ങായിമാരെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മുട്ടത്തിൽ അത്യുത്തമ ആറുണ്ട് കേട്ടെങ്കിൽ അവന്റെ ചങ്ങായിക്ക് ബേറയ്ക്ക് ചെമ്മ പിരിസപ്പെട്ട ആള്. അതേപോലെ ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി. നരക്കരണങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുടെ മുട്ടത്തിൽ നല്ല നരക്കരടവണ 6 ഉണ്ട് കേട്ടക്ക് നിന്റെ നരക്കരടവണ നിന്റെ ഒട്ടിക്ക് നല്ല ഇന്നെങ്കിൽ മാത്ര
ഇന്നും കേക്കട്ട നിങ്ങളെ ഒട്ടിಗೆ നരക്കരടങ്ങ എങ്ങനെ ഉള്ളത് നല്ലുള്ളറാല് ശരിയില്ലേ പരസ്പരം നോക്കാത്ത പോലെ പരസ്പരം വിളിച്ചെങ്ക് പറയാത്തത് പോലെ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാത്തത് പോലെ ഏതു രൂപത്തിൽ നിന്റെ നരക്കരടങ്ങ നിന്റെ ഒട്ടിಗೆ ഉള്ളത് ചെന്നിട്ട് നീ ഒന്ന് ആലോചനാക്കി നോക്കുവോളാ അള്ളാഹുടെ മുട്ടത്തിൽ നീ നല്ലവണ്ണം അവിടെ നിസ്കാര നോമ്പ് ഹജ്ജ് സകാത്ത് കൊണ്ട് മാത്രമല്ല നിന്റെ നരക്കരടവണും നിന്റെ മേല് വിശ്വാസം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നരക്കരടവണും നിന്റെ മേല് പിരിസപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോളായിട്ട് അള്ളാഹുടെ മുട്ട നീനും നല്ലവനായിട്ട് ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നരക്കരടങ്ങളെ മേളിന്ന കർത്തവ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിശുദ്ധ ഇസ്ലാം നമുക്ക് എണ്ണി വെളിപ്പാട്ട് ഒന്നാമത്തേത് ഇഖ്റാലുൽ മാലി ഇൻ തലബഹു നിന്റെ നരക്കരടവണോ നിന്റെ എന്തെങ്കിലും കട കേട്ടെങ്കിൽ ഉണക്ക് കട കൊടുക്കണോ ഇസ്ലാം വെളിപ്പാട്ട് കട കേട്ടെങ്കിൽ കട കൊടുക്കണോ ಇಂಡು ಮೂತು ನೆರೆಕೆರಡೆಂಗೆ ಬಿಡು ಸ್ವಂತ ಎಲ್ಲೊಣಗೆ ಮೂತು ಕಡ ಕೇಟಿತನು ಕಂಡೆಂಗೆ ಸೋಹ ಡಬ್ಬಿಗೆ ಕಾಸಿಟ್ಟದು പോലെ എവിടെക്ക് പോകണുണ്ട് കൊണ്ടില്ല കൊറിയാറുള്ളവർ കിട്ടിയോട്ടെല്ല കട എടുക്കണം അപ്പൊ നിങ്ങൾ പേരിക്കട ഭയങ്കര ധൈര്യഭാവം ഇത്രയുള്ള കട ആക്കിയെങ്ങനെ കട എടുക്കുമ്പോഴത്തേക്കൊണ്ട് നീ എത്തി വെച്ചിരുന്നിട്ട് ഞാൻ കൊടുക്കുകയില്ല പിന്നെ എത്ര കട കിടക്കുന്നത് എത്ര കോട്ടി കട കിടക്കുന്നത് ചെമ്മ പതറായ വിട്ടു ഒരു ഓട്ട ഓട്ട ഇല്ലെങ്കിൽ കലട്ടാക്കിടാൻ തീരെ മുസലാക്കലാണ് കട ചെറിയ ബിസിയല്ലടാ ചെറിയ ബിസിയല്ല കട ചെലടത് ഒരു നാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു സ്വഹാബി മരിച്ചപ്പോ മയ്യത്ത് നോക്കുക പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബിസി കിട്ടിയ അയാൾക്ക് കട ഉണ്ട് ചെന്നിട്ടു എത്ര കട 2 ദീനാർ കട ഉണ്ട് ചെന്നിട്ടു അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില സ്വഹാബത്തെ നിങ്ങളെ ചങ്ങായിയുടെ മേൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കറൂ ചെന്നിട്ട് അള്ളാന്റെ റസൂല് ദൂരതയ്ക്കട അങ്ങനെ തെച്ചപ്പോ സ്വഹാബത്തെ കേക്കട യാ റസൂലല്ലാഹ് ഈ സ്വഹാബിയുടെ മേളിൽ നിങ്ങൾ നിസ്കരിക്കില്ല നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില നാൾ നിസ്കരിക്കുക തയ്യാറല്ല എന്തുകൊണ്ടുകൊണ്ട് ചെന്നെങ്കിൽ ആ മനുഷ്യ സ്വർഗവകാശിയല്ല പടച്ചതമ്പുരാൻ ആ മനുഷ്യരുടെ ഏതൊരു തഖ്വയും സൽക്കർമ്മത്തെയും അല്ലാഹു സ്വീകരിക്കുന്നത് കൊണ്ട് താൻ നിസ്കരിക്കുക തയ്യാറല്ല എന്തേണ്ട് കേട്ടപ്പോ ആ മനുഷ്യർക്ക് കടവുണ്ടല്ലേ ചെന്നപ്പോ പിന്നൊരു സ്വഹാബി ചൊല്ലി യാ റസൂലല്ലാഹ് ആ കടത്തുക്ക് ജവാബ്ദാരിന്നാണ് നബിയേ ആ മനുഷ്യരുടെ കടനാണ് വീട് നബിയെ നാണതൊക്കെ ജവാബ്ദാരി നബിയേണ്ട് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മയ്യത്ത് നിസ്കരിക്കട നിസ്കാര കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ചിലരുടെ സ്വഹാബത്തെ ഒരാള് കടായിട്ട് കട കൊടുക്കുക തീരിട്ടും സമയത്ത് കൊടുക്കാണ്ട് കളിപ്പാടിച്ചിട്ട് കട ഇന്നിട്ട് മരിച്ചാണ്ട് കണ്ടെങ്കിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സത്കർമ്മത്തെ ആകാശ ഭൂമിയുടെ ഇടയിൽ പാറി കളിക്കൊല്ലാണ്ട് അല്ലാഹു അത് സ്വീകരിക്കില്ല അതുകൊണ്ട് മനുഷ്യരുടെ അക്കടമാണ് തീർത്തിട്ടേ തീരൂ ചെന്നിട്ട് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുള്ളവർ കട എടുത്തെങ്ങ കൊടുക്കാണ്ട് നാളെ തണ്ട നാളുകളി തണ്ട ചെന്നത് ഒരു സകട്ടല കളിപ്പാണ്ടത് നിരക്കരടങ്ങളെയും കുടുംബട്ടങ്ങളെയും കടാക്കിടത് നാളെ തണ്ട നാളുകളി തണ്ട ഇപ്പൊ ഇല്ല പണ്ടവാറ തണ്ട പിന്നത്തെ വാർത്തൽ തണ്ട ചെന്നത് കളിപ്പാട്ടി ലാസ്റ്റ് ഗലാട്ട ഗുൾമാളായൽ പിന്നെ റായത്തെ പ്രസിഡന്റാ പഞ്ചായത്ത് മെമ്പറാ പോലീസ് സ്റ്റേഷനിലാ കേസാ ഗുൾമാളായിട്ട് പഞ്ചായത്ത് ലാസ്റ്റ് ഒരു സെറ്റിൽമെന്റ് ജണ്ടിലാക്ക് കട കൊടുത്തറ സെറ്റിൽമെന്റ് ആക്കട സന്ദർഭത്തിൽ തെല്ലവണക്ക് കൂടി ചെന്ന് 1.5 ലാഖ് സെറ്റിൽമെന്റ് ആവിടൂ അല്ലെങ്കിൽ 1 ലാഖ് രൂപ സെറ്റിൽമെന്റ് ആവിടൂ എന്ത് സെറ്റിൽമെന്റിലാ അവണ് നയിച്ചവന്റെ പേര് പിടക്കാസ് 1 രൂപ സമയത്ത് പിടക്കമണ തയ്യാറിക്കുവണ നിന്റെ പഞ്ചായത്തേക്ക് ബാനായിട്ട് മാത്രമാണ് ഒപ്പിയതല്ലേ അതുകൊണ്ട് മനുഷ്യരെ കട ചെല്ലണത് മക്കളെ കലിയല്ലടാ നീ കടവുണ്ടു പിന്നൊരു മനുഷ്യക്ക് നിന്റെ അവധി എത്തിയിട്ടും കട കൊടുത്തിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ നീണ് നിന്റെ ഏതൊരു സത്കർമ്മയും നിന്റെ നോമ്പോ നിന്റെ ഹജ്ജ് നീ എത്ര വലിയ ആളായിട്ടുണ്ട് കണ്ടെങ്കിൽ എത്ര വലിയ ആബിദായിട്ടുണ്ട് കണ്ടെങ്കിൽ മനുഷ്യരുടെ ഹക്കടവാട് ബേച്ചങ്ക ഏത് നല്ല നാളും ഏത് ലൈലത്തുൽ ഖദ്റിലും ഏത് റമളാനിലും ഏത് ഹജ്റുൽ അസ്വദ് മുത്തിട്ടും തൗബ കിട്ടും ഫലയില്ല മോനെ മനുഷ്യരുടെ ഹക്കടവാടത് 1 രൂപ ബാക്കിന്നെങ്കിലും സമയത്ത് 1 കോടി ബാക്കിന്നെങ്കിലും സമയത്ത് ഹക്കേ ആയിട്ട് കൊടുത്തിട്ടേ തീരൂ
കൊടുക്കുട സമയത്തല്ലേ 6 കോടി ആയം കൊണ്ടിൽ പൊറുത്ത കേക്കത്തില്ലേ 6 കോടി ആയിട്ട് മാഫാക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മാഫ് കേൾക്കാണ്ട് വേറെ തെരുവില്ല. എത്രത്തോളം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വടിപാട്ട് നീന് വറാള കീഴ കടയെടുത്തെങ്ക തിരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ തെല്ലി 6 കൊടു അവണുകു അവിടെ സന്തോളം പടുപാട് നിക്കാക്കി ഉപകാരത്തിൽ നീന് കൃതജ്ഞത ചെല്ല് അല്ലേ. ഒരാള് കട എടുക്കുന്ന സന്ദർഭത്തിൽ അവണ് നല്ലിട്ട് ചെന്ന നീ റിട്ടേൺ തർമ്മത്ത് എന്റെ 10 തരം ചെന്നത് ബഡ്ഡിയായി ഫിക്സ് ആക്കുക കൊടുക്കുമ്പോൾ നന്റെ ഇഷ്ടത്തിലുള്ള 5000 8000 10,000 കൊടുത്ത് 2 ലക്ഷം രൂപ കട തന്നിരല്ല വലിയ ഉപക്കാരായിട്ട് നന്റെ ബിഗിൽ ഒരു കൊസിൽ ഒരു 5000 10,000 10,000 15,000 കൊടുക്കുക. അത് സ്വറക്കായിട്ട് കിട്, അത് സുന്നത്തുമായിട്ട് കിട്. കട തരുമ്പത്തുക റിട്ടേൺ, കട വീടുമ്പത്തുക റിട്ടേൺ, കൊടുക്കുമ്പത്തുക എന്നിട്ട് തെളിയാറ്. എത്ര ചന്തത്തെ സംവിധാനം നോക്കിയുള്ള ഇസ്ലാം നങ്ങന്താക്കിയ എത്ര ജീവ പോയിട്ട് കടത്തെ പേരില്, എത്ര കുടുംബ പൊളിഞ്ഞിട്ട് കടത്തെ പേരില്, എത്ര മംഗല ക്യാൻസൽ ആയിട്ട് കടത്തെ പേരില്, എത്ര ആളുമാർ ബർബാദായി പോയ കടത്തെ പേരില്. എങ്ങത്തെ പീസെല്ലാം നമ്പിട്ട് ആറാറ പളക്ക കേട്ടിട്ട് കൊടുത്തിട്ടാണ് തറാണ്ടിക്കുമ്പോ എത്ര ആത്മാരെ ലൈഫ് ബർബാദായി പോയിട്ട് ആരെങ്കിലും നമ്മൾ ആലോചനാക്കിട. അതുകൊണ്ട് കട എന്ത് വിത്തിട്ടായെങ്കിലും ഇവിടെ കാടിട്ട് ബേങ്ങിട്ടായെങ്കിലും സമയത്ത കടത്തവന്റെ കടത്തെ ഹക്ക് അത് മരിക്കട കാണുമ്പോൾ കൊടുത്തിട്ടേ തീയോ. മരിച്ചാൽ പിന്നെ മക്ക കൊടുത്തേ നീ രക്ഷപ്പെടുത്ത മക്കൾക്ക് കഡായി എന്തില്ല നിന്റെ കട അതും പേരിച്ചോ മക്ക വീട് പറയും മക്കൊന്നും കഡായി എന്തില്ല അങ്ങ് വീടിനെ നീ സലാമത്തായി അണ്ടല്ലാണ്ട് അങ്ങ് വീടൊക്കെ കഡായി എന്തില്ല. നിന്റെ സ്വത്തുമുത്തി ഇന്നിട്ട് മക്ക മരിക്കണ സമയം നീ ഒസ്യത്തെ ഇന്നാലും നമുക്ക് ഇത്ര കടത്തെ പൈസ കട കൊടുക്കുക ബാക്കിയുണ്ടു ചെന്നിട്ട് നീ മക്കളെ ഒസ്യത്താക്കി മക്ക കൊടുക്കുന്നത് കട്ടായി ആയെങ്കും ചെല്ലടെ നിങ്ങ ആരതെങ്കിലും കേട്ട് ഒരു 10 രൂപ കടയെടുത്തിരെങ്കിൽ മുട്ടത്തെ അങ്ങാടിക്ക് പോയിട്ട് ഒരു 100 രൂപയുടെ അല്ലെങ്കിൽ ഒരു 25 രൂപയുടെ സാമാൻ അരിയ 10 അല്ലെങ്കിൽ 25 രൂപയുടെ ചായത്തെ പൊടിയാ നിന്നെ കടകം വന്നിട്ടിന്നെങ്കിൽ നിന്റെ ഉത്തുല് നിന്റെ പെഞ്ഞയ്ക്കും നിന്റെ മക്കും എല്ലാവരും നോക്കൂടെ പോലെ എല്ലാവരും ഓതര പോലത്തെ ഒരു ധൈര്യം എഴുതി വയ്ക്കണം. ഇത്ര താരീഖ് ഇത്ര ഇന്ന ജാഗട ഇത്ര ആൾ ഇത്ര കടയെടുത്തനാണ് ചെന്നിട്ട് ഇത്ര താരീഖ് കൊടുക്കുള്ളത് ചന്ദ്രത്തിൽ എൻട്രാക്കിട്ടേ വേണു മരിച്ചെങ്കിൽ അത് നോക്കിട്ടെങ്കും കൊടുക്കുവാർക്കുവാർ. എപ്പോഴും എല്ലാവർക്കും കിട്ട രൂപത്തിൽ ഒരു ബുക്കിൽ എപ്പോഴും ഡയറി ചെല്ലൊരു വസ്തുണ്ട് 2000 ഓരോ വിഷയം ജനുവരി കാണാൻ ഒന്നുള്ളേ അത് വേണ്ട ഒരു ഡയറി എപ്പോഴും ടീപ്പായുടെ മേല അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കിട്ട ജാഗയിൽ കപ്പാട്ടിൽ എവിടെയെങ്കിലും വെക്കണം. അതിൽ എല്ലാം എടുത്തതും അതേപോലെ കൊടുത്തതും ചിലപ്പോ നീ കൊടുത്തത് വേണമെങ്കിൽ എഴുതി വെച്ചെല്ലാം തൊന്തരൊന്നുമില്ല എടുത്തത് എഴുതി വെച്ചിട്ടേ തീരൂ. അത് കൊടുക്കുന്ന ഡേറ്റും എഴുതി വെച്ചിട്ടേ തീരൂ. കനിഷ്ഠ പക്ഷം നിന്റെ പെഞ്ഞയിടലും അത് ചെന്നിട്ടേ തീരൂ. ഇന്നാലും നമുക്ക് ഇന്നത്ര ഇത്ര കട കൊടുക്കുക ബാക്കിയുള്ളൂ. എന്റെ നീ കൊമ്പോയ ചായത്തെപ്പടി നിന്നെ വയത്രൊഴുകത്തിൽ പിന്നെ വയത്രൊഴുക ചായ ആക്കിട്ട് കുടിക്കട കാണാൻ മുന്നോളൂ നിന്നെ കബറുക്ക് എത്തല ചെല്ല ഒരു ഗ്യാരണ്ടി ഇല്ല. അല്ല എത്ര ആളുണ്ട്, എത്ര മരണത്തെ ചരിത്രം ഉണ്ട് അങ്ങത്തെ. കടക്കളിയല്ല, കടക്കളിയല്ല. അതേപോലെ പെരുസത്തെ മുസ്ലിമിങ്ങളെ നിന്റെ നിരക്കരടവണു കട കേട്ടെങ്കിൽ കട കൊടുക്കണു. ನೆರೆಕರಡವನು ಕಡ ತನ್ನ ಉಣ್ಣಮೆ ಅಂತ ತನ್ನವಳು ಉಪಕಾರತೆ ನನ್ನ ಪುಲ್ವೈಸಲನೋ ಕೇಟದ್ರ ಕಾಣ ಚೆನ್ನದ್ರ ಕಾಣ ಅವರು 10 ನಿಮಿಷ ಮುನ್ನೂರು ಗುಂಬಿಟ್ಟು കൊടുക്കണു. ഒരു വാറ പണ്ട് വെള്ളിയാസരണ്ടല്ലെങ്കിൽ പണ്ട് പൊതനാസരണ്ടെന്നാണ് നിൽക്കുന്നുണ്ട് 10,000 കടബേണു ചെന്ന് നിരക്കരടൊന്ന് കേട്ടെങ്കിൽ നീ കൊടുക്കൂ സുന്നത്ത്. വെള്ളിയാസരണ്ട് ജുമാ കഞ്ഞൽ പിന്നെ തണ്ടാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വെള്ളിയാസരണ്ട് സുബൈക്ക് മുന്നോളൂ സുബൈക്ക് പോയിട്ട് ആ കടത്തെ കൊടുക്കണോ. ടൈം അവിടെ കാണുമ്പോളൂ ടൈം അവിടെ കാണുമ്പോൾ ടൈം കൊടുക്കുക ആയില്ലെങ്കിൽ ടൈം ഇവിടെ കാണുമ്പോളേ പോയിട്ട് ചെല്ലണം. മനുഷ്യ വലിയൊരുപ്പക്കാറാക്കിട കട നിക്ക് തന്നിട്ടാണ് മാത്രം ഇന്ന് ഉച്ചക്ക് തണ്ടാണ്ട് ചെന്നിട്ട് തന്റെ പോലത്തെ ആബുദ് നല്ലതില്ല. ഒരു 2-4 ടൈം താ ചെന്നിട്ട് ടൈം ഉണ്ടല്ലോ കേട്ട് പറഞ്ഞു അല്ലാണ്ട് അവന് ഫോണാക്കൂ അവന് തേടി പിടിക്കൂ നിന്റെ ഔത്തുക്ക് വന്നിട്ട് കേക്കട പോലത്തെ പരിസ്ഥിതി ഉണ്ടാക്കൂ. തീരാ ഇണ്ട് കട കൊടുത്തവണ് ബെടക്ക് കട കൊടുത്തൊരു സഹായിയാക്കി അവനുണ്ട് ബെടക്ക്. അവന്റെ പളക്കവും തപ്പോ അവന്റെ നോക്കൊടുത്തും തപ്പോ മരിച്ചെങ്കും സമയത്ത് അവന്റെ ഔത്തുക്ക് പോവല എന്തേ തന്നെ കടത്തെ തിരിച്ചിരുന്നാണ് കൊടുക്കാത്തപ്പോ ജോറാക്കിറ അവന് കേട്ടറാതായിട്ട് കിട വിസയ. അതുകൊണ്ട് കടത്തെ വിസയ ജാഗ്രതാക്കുക. നല്ല നിരക്കരണോ ചെന്നെങ്കിൽ കട കേട്ടെങ്കിൽ കൊടുക്കടവണു നല്ല നിരക്കര. എടുത്ത കടത്തെ സമയത്തെ കാണുമെന്നുള്ളൂ തിരിച്ചു കൊടുക്കണോ നല്ല നിരക്കരടവണു. അതേപോലെ പരിശുദ്ധ ഇസ്ലാം ചെലടവം നിന്റെ നിരക്കരടങ്ങ എന്തെങ്കിലും സഹായ കേട്ടെങ്കിൽ അവൾക്ക് നീ സഹായ കൊടുക്കണോ.
നിന്റെ നരകരണം പട്ടിണി വെച്ചിട്ടുള്ള തിന്നുകില്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് തിന്നുക കൊടുക്കണോ? ഇടകു ഡ്രസ് ഇല്ലെങ്കിൽ ഡ്രസ് കൊടുക്കണോ? അതേപോലെ സൗകര്യം ഇല്ലാണ്ട് കിടന്നെ കൊണ്ട് അവിടെ സഹായം നീനാക്കണോ? നിന്റെ മക്കളെ മേളിൽ ഇന്നത് പോലത്തെ കർത്തവ്യമേ, നിന്റെ പെഞ്ഞിടങ്ങളെ മേളിൽ ഇന്ന കർത്തവ്യമേ, നിന്റെ ഉത്തരങ്ങളെ മേളിൽ ഇന്ന കർത്തവ്യമേ. നിന്റെ നരകരണങ്ങളിൽ ഒട്ടിക കൊണ്ട് ചെന്നൊരു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ, നിക്ക് നിന്റെ ഉത്തരം എന്തെങ്കിലും യാറെ കൊറടിയായി പോയത്, എന്തെങ്കിലും സഡൻ എന്തെങ്കിലും രോഗം വന്ന്, അല്ലെങ്കിൽ അറ്റക്കായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആള് തപ്പിട്ട് കീഴ് ജാറി പോകുന്ന നീന ഉത്തരപ്പിത്തല്, എന്തെങ്കിലും ഒരു അപകടം നിക്ക് ബന്ധിട്ട് പേരിച്ചോ, നിന്റെ മോളും പറകു ടൈം പിടിക്കട ഫോണാക്കി പിന്നെ മേങ്ങ കാറാക്കിണ്ട് ബസ്സൊക്കെ പത്തിട്ട് പറഞ്ഞു ദൂരത്തിൽ നിന്റെ ഉത്തക്ക് ഫസ്റ്റ് എത്രതാ നിന്റെ ഉത്തരപ്പിത്തിൽ ഇന്നാളും മാറും. അത് ഹിന്ദുവായെങ്കും മുസ്ലിമായെങ്കും ജൈനായെങ്കും ക്രൈസ്തായെങ്കും നിന്റെ ഒത്തൊരു അപകടം തന്നെ നടന്നപ്പോ ഓടി എത്ര ഫസ്റ്റ് ശബ്ദം കേട്ടിട്ട് ബൊബ്ബ കേട്ടിട്ട് ബുൾബ് കേട്ടിട്ട് ഫസ്റ്റ് വന്നെത്തത് നിന്റെ നരകര. നിന്റെ ഊത്തിരിക്കട സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് വന്നിട്ട് നിന്റെ റൂഹ് പിടിച്ചെത്തുകൊണ്ട് കണ്ടെങ്കിൽ നിന്റെ പെഞ്ഞയമൊക്കെ ബൊബ്ബയിട്ട സന്ദർഭത്തിൽ ഫസ്റ്റ് ഓടിയെത്തത് നിന്റെ ഉത്തര നരകരണങ്ങ. അങ്ങനെ ചന്തത്തിൽ ബൈക്കണോ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.